ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം SIT കസ്റ്റഡിയിൽ വാങ്ങും. പത്മകുമാറിനൊപ്പം ചോദ്യം ചെയ്യാൻ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും വിളിച്ചു വരുത്താനും സാധ്യത. കേസിൽ നടൻ ജയറാമിന്റെ മൊഴി SIT രേഖപ്പെടുത്തി അദ്ദേഹത്തെ സാക്ഷിയാക്കുമെന്നും പറയുന്നു. മനീഷ് മൊഹിവാൽ തിരുവനന്തപുരത്ത് കൂടുതൽ അപ്ഡേഷനുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. സ്വർണ്ണക്കൊള്ളയിൽ പുതിയ നടപടികൾ, SITയുടെ നീക്കം എങ്ങോട്ട്? SKN, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ഏറ്റവും ഒടുവിലായി പിടിയിലായിട്ടുള്ള നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന എ പത്മകുമാറിനെ ഇന്ന് SIT പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച് കസ്റ്റഡി അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ആദ്യം പിടിയിലായ ആളും അവസാനം പിടിയിലായ ആളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ആദ്യം പിടിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിൽ വിദേശ യാത്രകൾ നടത്തിയെന്നും ഒപ്പം തന്നെ ഇരുവരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കഴിഞ്ഞ ദിവസം എ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ SIT കണ്ടെത്തിയിരുന്നു. ഈ പരിശോധന അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാനുമാണ് നിലവിൽ പത്മകുമാറിനെ വിളിച്ചു വരുത്തുന്നത്. ഒപ്പം തന്നെ പത്മകുമാർ നിലവിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വെട്ടിലാക്കുന്ന ചില മൊഴികൾ കൊടുത്തു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് 2019 എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നുവെന്നും 2019 എ പത്മകുമാർ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആകുന്ന സമയത്ത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്ന ഒരു കത്ത് തനിക്ക് നൽകിയെന്നുമൊക്കെയുള്ള മൊഴികൾ നിലവിൽ നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സംബന്ധിച്ച് പത്മകുമാറിന് കടകംപള്ളിക്കെതിരായി എന്തെങ്കിലും തെളിവുകൾ കൈമാറാനുണ്ടോ, എന്തെങ്കിലും രേഖാമൂലം എന്ന് കൈമാറിയിട്ടുള്ള കാര്യങ്ങൾ കൈമാറാനുണ്ടോ എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ ഈ കേസിൽ പിടിയിലായിട്ടുള്ള അന്നത്തെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള N വാസുവിൻ്റെ ജാമ്യാപേക്ഷ കൂടി കോടതി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. കാരണം N വാസുവിനെ കൂടി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് SIT ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വിദേശ യാത്രയിൽ N വാസു കൂടി പങ്കെടുത്തതായി സംശയിക്കുന്നുണ്ട്. നിലവിൽ എ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും പാസ്പോർട്ട് അടക്കം SIT പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നടത്തിയ വിദേശയാത്രയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അറിയിക്കുന്ന ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ ഏറ്റവും അനിവാര്യമാണ്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ ജയറാം ഈ കേസിൽ ഈ തട്ടിപ്പിനിരയായ ആളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ എത്തിച്ചുകൊണ്ട് തട്ടിപ്പ് ഇനിരയാക്കി പണം വാങ്ങിയതാണ് ജയറാമിൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഈ കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് മൊഴിയെടുക്കുക. ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാറിനെയും ശങ്കർദാസിനെയും ഇന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അവർ അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ കേസിൽ ഇവരെ മാപ്പ് സാക്ഷികളാക്കും. ഒപ്പം തന്നെ എ പത്മകുമാറിനെതിരെ നാളെ കൊല്ലം ജില്ലയിൽ ജില്ലാ കമ്മിറ്റി CPMന്റെ ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. അന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷടക്കം MV ഗോവിന്ദനടക്കം പങ്കെടുക്കുന്നുണ്ട്. നാളത്തെ യോഗത്തിൽ പത്മകുമാറിനെതിരെ നടപടി വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. പക്ഷേ ധൃതി പിടിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടി വേണ്ട, പക്ഷേ കടുത്ത നടപടി തന്നെ വേണം. എന്തൊക്കെ നടപടികൾ എപ്പോൾ എടുക്കാമെന്ന കാര്യത്തിൽ ചിലപ്പോൾ നാളെ ചേരുന്ന കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമാകും. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.